ഇപ്പോൾ IMDയുടെ VK മിനി നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. നമസ്കാരം മാം. ഈ കനത്ത ചൂടാണ്. മാം കേൾക്കാമോ? കേൾക്കാം മാം. കനത്ത ചൂടിലൂടെ തന്നെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. ഇനി എത്ര ദിവസം കൂടി ഈ ഒരു ചൂട് നമ്മൾ പ്രതീക്ഷിക്കണം? ഏതൊക്കെ ജില്ലകളാണ് ഏറ്റവും ഒടുവിൽ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിലുള്ളത്? നമ്മൾക്ക് അടുത്ത 2 ദിവസത്തേക്കാണ് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് വെതർ നമ്മൾ സദേൺ ഡിസ്ട്രിക്ട്സിലെല്ലാം എക്സ്പെക്ട് ചെയ്യുന്നത് 8, 9 തീയതികളിൽ. ഇനിയും അതിൽ തന്നെ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് പാലക്കാട് 38 ഡിഗ്രി വരെ ഉയരാനുള്ള സാധ്യതയുണ്ട്. കൊല്ലം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ താപനില എന്ന് പറയുന്നത് സാധാരണ അനുഭവപ്പെടേണ്ടുന്ന താപനിലയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി വരെ ഉയർന്നുള്ള നിലയിലായിരിക്കും അനുഭവപ്പെടുക. ഇനി കേരളത്തിലെ ഈ സ്ഥലങ്ങളിലെല്ലാം നമുക്ക് 50% കൂടുതൽ ആർദ്രത അനുഭവപ്പെടുകയും ഇതുപോലെ പകൽ താപനില ഉയർന്ന നിലനിൽക്കുമ്പോഴാണ് അസ്വസ്ഥമായിട്ടുള്ള കാലാവസ്ഥ അനുഭവപ്പെടുന്നത്. ഹോട്ട് ആൻഡ് ഹ്യൂമിഡ്. ഈ വരും ദിവസങ്ങൾ എപ്പോഴെങ്കിലും ഒരു മഴയുടെ ഒരു മുന്നറിയിപ്പ് നമുക്ക് ലഭ്യമാവുന്നുണ്ടോ? ഒന്നുകൂടെ പറയാമോ? വരും ദിവസങ്ങൾ ഏതെങ്കിലും സമയത്ത് രാത്രിയോ പകലോ മഴയുടെ ഒരു മുന്നറിയിപ്പുണ്ടോ? മഴയുടെ മുന്നറിയിപ്പുണ്ട്. മഴ പെയ്യാനുള്ള ഫോർകാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് എല്ലാ ദിവസവും, ഇനിയുള്ള എല്ലാ ദിവസവും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴ അനുഭവപ്പെടും. അതുപോലെ രണ്ടാമത്തെ ദിവസം തൊട്ട് 2, 3, 4 തീയതികളിൽ ദിവസങ്ങളിൽ ഇടിയോടുകൂടിയുള്ള മഴയും അനുഭവപ്പെടാനുള്ള സാധ്യതയാണുള്ളത്. ശരി, വളരെ നന്ദി മാം പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.